ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഇപ്പോൾ ഇറങ്ങിയ ബ്രൊമാൻസ്, ദാവീദ്, പൈങ്കിളി സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവയുടെ സെപ്പറേറ്റായ റിവ്യൂ വീഡിയോകൾ ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ആ സിനിമകളെക്കുറിച്ചുള്ള ചുരുക്കിയുള്ള റിവ്യൂവും അതേപോലെ എൻ്റെ മനസ്സിൽ ഈ സിനിമകൾക്ക് തോന്നിയ സ്ഥാനങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. ആദ്യം പറയാൻ പോകുന്ന പടം പൈങ്കിളിയാണ്. ഈ സിനിമ ഫുൾ കോമഡി എൻ്റർടൈനർ മൂവിയാണ്. കോമഡിക്ക് മാത്രമേ ഈ സിനിമ ഉദ്ദേശിച്ചെടുത്തിട്ടുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും ഈ സിനിമയിലില്ല. ഇതിൽ അനശ്വര രാജ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സീനുകൾ വരുമ്പോഴൊക്കെ നമുക്ക് ബോറടിക്കുന്നൊന്നുമില്ല. നന്നായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് അവർ തന്നെ സ്വയം ചാടാനുള്ള തീരുമാനം, അങ്ങനത്തെ ഒരു തീരുമാനം ഒരു സ്ത്രീകൾ എടുക്കില്ല. അതുപോലത്തെ തീരുമാനമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും അവരുടെ ആ ഭാഗം കാണിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നൊന്നുമില്ല. നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സജിൻ ഗോപുവിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കക്ഷി ഇതിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. കാരണം കക്ഷിക്ക് ഇതേപോലെ പ്രശ്നം വരുമ്പോൾ ആദ്യം ഒരു പ്രശ്നം വരുന്നു, അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വേറൊരു വലിയ പ്രശ്നത്തിലേക്ക് എടുത്തു ചാടുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ പ്രശ്നം വരുമ്പോൾ തന്നെ പോലീസിനോടൊക്കെ പോയി ഇദ്ദേഹം നേരിട്ട് പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതേപോലെ നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഇങ്ങേര് എടുത്തു ചാടി അതിലും പ്രശ്നമായി മറ്റൊരു പ്രശ്നത്തിലേക്ക് ചാടി അങ്ങനെ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളായിട്ട് പോവുകയാണ്. പക്ഷേ എന്തിനാണ് ഇങ്ങനെയൊക്കെ എടുത്തു ചാടി ഇത് ചെയ്യുന്നതെന്നും അതേപോലെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി ആകെ ഓവർ ആക്ടിങ് ചെയ്തതായും അതേപോലെ കരഞ്ഞു മെഴുകിയതായിട്ടുമൊക്കെയാണ് ഈ സിനിമയിൽ നമുക്ക് സജിൻ ഗോപുവിൻ്റെ ആ ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് വളരെ അധികം നമുക്ക് മുഷിപ്പിക്കൽ, ബോറടിപ്പിക്കലൊക്കെ ഈ സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത് ഇതിൻ്റെ കഥയുടെ പ്രശ്നം തന്നെയാണ്. ജിത്തു മാധവനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതൊന്നുകൂടി ക്ലിയർ ആക്കാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സിനിമ അങ്ങനെ വലിയ രീതിയിൽ പറ്റിയിട്ടില്ല, അതാണ് സത്യം. പക്ഷേ കുറേ ഞാൻ ചിരിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ 3-ാം സ്ഥാനം. പിന്നെ അടുത്ത സിനിമ ബ്രൊമാൻസ് ആണ്. ഇതിൽ മാത്യു തോമസ്, ശ്യാം മോഹൻ അതേപോലെ പ്രേമലുവിലെ അമൽ ഡേവിസായി അഭിനയിച്ച സംഗീത് പ്രതാപ് അതേപോലെ കലാഭവൻ ഷാജോൺ ഇവരെല്ലാവരും തന്നെ, ഈ സിനിമയും കോമഡി മൂവിയാണ് കേട്ടോ, ഫുൾ കോമഡിയാണ്. പക്ഷേ ഇത് മറ്റേ പൈങ്കിളി മൂവിയെ അപേക്ഷിച്ച് കോമഡി മാത്രമല്ല ഉള്ളത്, നല്ല മുട്ടുള്ള മ്യൂസിക് ഉണ്ട്, അതേപോലെ നല്ല പാട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു ചെറിയ രീതിയിലാണെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ഒരു ത്രില്ലിംഗ് ഉണ്ട്. വലിയ ത്രില്ലിംഗ് അല്ല, ചെറിയൊരു ത്രില്ലിംഗ്. ഇതിൽ സംഗീത് പ്രതാപ് അതായത് നമ്മുടെ അമൽ ഡേവിസ് ഒരു ഹാക്കറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. കക്ഷിയുടെ ആ ഒരു ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ത്രില്ലിങ്ങിൽ സിനിമ പോകുന്നുണ്ട്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സംഗീത് പ്രതാപ് തന്നെയാണ് കേട്ടോ. കക്ഷി ഇതിൽ വാ തുറന്നാൽ തന്നെ കോമഡിയാണ്. ശരിക്കും പറഞ്ഞാൽ ഹാസ്യ ചക്രവർത്തി ജഗതി ചേട്ടനെയാണ് എനിക്ക് അമൽ ഡേവിസിൻ്റെ ഈ സിനിമയിലുള്ള അഭിനയത്തെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അത്രയ്ക്ക് എത്തിയിട്ടില്ലെങ്കിലും ആ രീതിയിൽ വളരാൻ പറ്റിയ ഒരു നടൻ തന്നെയാണ് സംഗീത് പ്രതാപ് എന്ന് ഈ സിനിമയിലൂടെ ഉള്ള ആ കോമഡിയിലൂടെ കക്ഷി തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ കോമഡി ഉണ്ട്, ചെറിയ ത്രില്ലിംഗ് ഉണ്ട്, പിന്നെ കോമഡിയിലൂടെ ആണെങ്കിലും ആക്ഷൻ ഉണ്ട്, നല്ല മ്യൂസിക്കും പാട്ടുമുണ്ട്, നല്ല എഡിറ്റിംഗ് ഒക്കെ ഈ സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത മൂവിയാണ്. പക്ഷേ അതേസമയം വളരെയധികം നല്ലൊരു മൂവി എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 2-ാം സ്ഥാനം. ഇനി 1-ാം സ്ഥാനത്തിൽ നിൽക്കുന്നത് ഞാൻ പറയണ്ടല്ലോ, പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ദാവീദ് തന്നെയാണ്. പെപ്പെ ഇതിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോഡിയൊക്കെ അങ്ങേര് നല്ല ഭാരം കുറച്ച് 6 പാക്ക് പോലെയൊക്കെ ആക്കി മെലിഞ്ഞൊരു ചുള്ളൻ പയ്യനെ പോലെയാണ് കക്ഷി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്, വളരെ മെലിഞ്ഞ്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രധാന മാറ്റർ തന്നെ ബോക്സിംഗ് ആണ്, ആക്ഷനാണ്. അപ്പോൾ ബോക്സിങ്ങിൻ്റെ കാര്യത്തിൽ അവസാനം ഈ സിനിമയുടെ അവസാനം വരുന്ന ആ ഒരു ബോക്സിങ് രംഗങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. നമുക്ക് നല്ല ത്രില്ലിങ് തരുന്നത്. ഈ സിനിമയുടെ ഒരു 1/4 ഭാഗത്തിന് ശേഷം സിനിമ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ത്രില്ലിങ് ഗംഭീരമായിട്ടുണ്ട്, നല്ല ത്രില്ലിങ് തരുന്നുണ്ട്. അതേപോലെ ഈ സിനിമയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത,
ഒരു ബോക്സിങ്ങിൻ്റെ റേഞ്ചിലുള്ള സിനിമ പറയുമ്പോൾ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെയാണ് സാധാരണ സിനിമ പോകാറ്. പക്ഷേ ഇതങ്ങനെയല്ല, ഫുൾ കോമഡിയും ഈ സിനിമയിലുണ്ട്. സീരിയസ്നെസ് പോലെ തന്നെ ഒപ്പം കോമഡിയും ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലൊരു കൊച്ചു കലാകാരി, കൊച്ചു കുട്ടി ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ആ പെൺകുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ ആ പ്രസന്നത, അഭിനയം എല്ലാം തന്നെ ഈ സ്വന്തം അച്ഛന് ആ കുട്ടിയിൽ നിന്ന് ഒരുപാട് ഒരു ഇമ്പ്രഷൻ ലഭിക്കാനുണ്ട്, ഒരു ഊർജ്ജം ലഭിക്കാനുണ്ട്. ആ കാര്യത്തിലൊക്കെ ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതേപോലെ പെപ്പെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ വില്ലൻ MO ഇസ്മായിൽ, കക്ഷിയുടെ റോള് അങ്ങേരെ കണ്ടാൽ തന്നെ ഒരു ഭീകരാവസ്ഥ. അങ്ങേരാണ് ഈ സിനിമയെ അവസാനം വരെ ഒരു ഇൻട്രസ്റ്റിങ് വരാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്ന ഒരു താരം, വില്ലൻ എന്ന ഒരു അടിസ്ഥാനത്തിൽ. അപ്പോൾ കക്ഷി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ബോക്സിങ് കാര്യങ്ങളൊക്കെ കക്ഷി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനമായപ്പോഴൊക്കെ അങ്ങേരുടെ ആ വില്ലൻ്റെ ഭാഗത്തുണ്ടാകുന്ന സിനിമ പൂർത്തിയാകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആക്ഷൻ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അടിപിടിയല്ല, മറ്റു കാര്യങ്ങൾ ഈ സിനിമയിൽ വില്ലൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വന്നിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ സാറ്, അങ്ങേരിപ്പോൾ അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ വെറൈറ്റി ആയ കഥാപാത്രങ്ങളെയാണ് അങ്ങേര് ചെയ്യുന്നത്. അപ്പോൾ വിജയരാഘവൻ സാറ് നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ നല്ല ത്രില്ലിങ്ങും കോമഡിയും നല്ല ആക്ഷനുള്ള മൂവി തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ സിനിമയിൽ എനിക്കൊരു മൈനസായിട്ട് തോന്നി, ഇതിൽ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. പെപ്പെ കുറേ നേരം കുറേ ഭാഗങ്ങളിൽ അങ്ങേര് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരികയാണ്. പക്ഷേ അവസാനം അദ്ദേഹം എന്തിനാണ് അത് പറഞ്ഞതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒറ്റൊരു ഡയലോഗ്, അതെനിക്ക് ഈ സിനിമയിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്നെ തന്നെയാണ് പേടിയെന്ന് അങ്ങേര് പറയുന്നുണ്ട്. ആ പറഞ്ഞത് തന്നെ തിയേറ്റർ മുഴുവൻ കയ്യടിയായിരുന്നു. അങ്ങേര് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ കയ്യടിച്ചു. എനിക്കും ഭയങ്കര ഹരമായിട്ട് തോന്നി. പക്ഷേ അതിനുശേഷം ആ പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ചിന്തിച്ചോ അതിൽ നിന്ന്, നമ്മുടെ പ്രതീക്ഷയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് കാര്യങ്ങൾ പോയത്. പക്ഷേ എന്നാലും അവസാനമാകുമ്പോഴേക്കും മറ്റേ ബോക്സിങ് കാര്യങ്ങൾ, ആക്ഷൻ കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞതിൽ നിന്ന് ഒറ്റയടിക്ക് വില്ലനെ അവിടെ ഇട്ട് കളഞ്ഞിട്ട് പിന്നെ വേറെ വില്ലൻ കുറച്ച് കഴിഞ്ഞും വരുമായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു പോയി. കാരണം അങ്ങനത്തെ ഒരു ഡയലോഗാണ് ഈ സിനിമയിൽ അത്. പക്ഷേ അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഉണ്ടായില്ല. പക്ഷേ അതൊന്നും ഈ സിനിമയുടെ ഒരു ആസ്വാദനത്തെ ബാധിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് ബോക്സിങ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സിനിമയുടെ അവസാന ഭാഗം എത്തുന്നവരെയും വെയിറ്റിംഗ് ആയിപ്പോയി ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി. അതെന്താ സിനിമ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു വെയിറ്റിങ്ങിൽ സമയം അങ്ങനെ പോകുന്നു എന്നല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പെപ്പയുടെ ഒരു ഇടിവെട്ട് ആക്ഷൻ കൊടുക്കാമായിരുന്നു. മിനിമം ഒന്നെങ്കിലും കൊടുക്കാമായിരുന്നു, 1-2 കൊടുക്കാമായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി ഒരു ത്രില്ലിങ് കിട്ടുമായിരുന്നു. അതുണ്ടായില്ല. പക്ഷേ എന്നാലും ആ സമയത്തൊക്കെ വിജയരാഘവൻ സാറ്, പിന്നെ അതേപോലെ കളരിപ്പയറ്റ് ചെയ്യുന്നവർ, പിന്നെ അതേപോലെ ഒരു നീഗ്രോ പോലത്തെ ഒരു ആൾ വന്നിട്ട് ഇതിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഒരു പയ്യൻ വന്നിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ട് പോയി കണ്ടിരിക്കാൻ പറ്റുന്ന കുഴപ്പമില്ലാത്തൊരു മൂവി തന്നെയാണ് ദാവീദ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 1ാം സ്ഥാനം. അപ്പോൾ ഈ 3 സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.